പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് സ്വന്തം കഴിവുകൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത അഭിനേത്രിയാണ് കല്യാണി പ്രിയദർശൻ. പ്രശസ്ത സംവിധായകൻ പ്രിയദർശന്റെയും മുൻകാല നായിക ലിസിയുടെയും മകൾ എന്ന നിലയിൽ സിനിമയിലേക്കുള്ള അവളുടെ പ്രവേശനം ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ആ പാരമ്പര്യത്തിന്റെ തണലിൽ ഒതുങ്ങി നിൽക്കാതെ സ്വന്തം അഭിനയ മികവിലൂടെയും വ്യക്തിത്വത്തിലൂടെയും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു കല്യാണി. അഭിനയ രംഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കല്യാണി സിനിമയുടെ സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നു. അമേരിക്കയിൽ ആർക്കിടെക്ചർ പഠനം പൂർത്തിയാക്കിയ ശേഷം അസോസിയേറ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ എന്നീ നിലകളിൽ ഹിന്ദി, തമിഴ് സിനിമകളിൽ അവൾ പ്രവർത്തിച്ചു. 2016 വിക്രം നായകനായ ഇരുമുഖൻ എന്ന സിനിമയിൽ പ്രൊഡക്ഷൻ ഡിസൈനറായി പ്രവർത്തിച്ചത് ഇതിൽ പ്രധാനമാണ്. ഇത് സിനിമയെ കൂടുതൽ അടുത്തറിയാനും അതിന്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാനും കല്യാണിയെ സഹായിച്ചു. ഒരു നടിയാകുക എന്നതിലുപരി സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കാനാണ് കല്യാണിക്ക് താല്പര്യമെന്ന് പലരും കരുതി. എന്നാൽ 2017 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഹലോ ആയിരുന്നു കല്യാണിയുടെ ആദ്യ സിനിമ. അഖിൽ അക്കിനേനി നായകനായ ഈ ചിത്രം സംവിധാനം ചെയ്തത് വിക്രം കുമാർ ആയിരുന്നു. ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കല്യാണി ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച പുതുമുഖ നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് സൗത്ത് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. മലയാളത്തിലേക്കുള്ള കല്യാണിയുടെ വരവ് 2020 വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലൂടെയായിരുന്നു. സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുരേഷ് ഗോപി, ശോഭന, ദുൽഖർ സൽമാൻ എന്നിവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയിലെ നിക്കി എന്ന കഥാപാത്രം കല്യാണിക്ക് വലിയ പ്രേക്ഷക സ്വീകാര്യത നേടിക്കൊടുത്തു. ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയുടെ നിഷ്കളങ്കതയും പ്രണയവും അതിമനോഹരമായി കല്യാണി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചു. വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയ്ക്ക് ശേഷം കല്യാണിക്ക് മലയാളത്തിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചു. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം എന്ന സിനിമയിലെ നിത്തി എന്ന കഥാപാത്രം കല്യാണിയുടെ കരിയറിലെ ഒരു നാഴികക്കല്ലായിരുന്നു. പ്രണയവും സൗഹൃദവും ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളും മനോഹരമായി അവതരിപ്പിച്ച ഈ സിനിമയിലെ കല്യാണിയുടെ പ്രകടനം ഏറെ പ്രശംസ നേടി. കൂടാതെ മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, ബ്രോ ഡാഡി, തല്ലുമാല തുടങ്ങിയ ചിത്രങ്ങളിലും കല്യാണി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. തല്ലുമാലയിലെ ഫാത്തിമ ബീബി എന്ന കഥാപാത്രം അതുവരെ കണ്ടിട്ടുള്ള കല്യാണി കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു ഫാഷൻ ഡിസൈനറുടെ കഥാപാത്രം മനോഹരമായി അവതരിപ്പിച്ച കല്യാണി തന്റെ അഭിനയശേഷിയുടെ വ്യാപ്തി ഈ കഥാപാത്രത്തിലൂടെ തെളിയിച്ചു. എന്നാൽ ഇതിനൊക്കെ പുറമെ കല്യാണിയുടെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി കണക്കാക്കുന്നത് ഈ ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമാണ്. മലയാളത്തിലെ ആദ്യത്തെ വനിതാ സൂപ്പർ ഹീറോ ചിത്രം എന്ന നിലയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ ഈ സിനിമയിൽ ചന്ദ്ര എന്ന ശക്തമായ സൂപ്പർ ഹീറോ കഥാപാത്രത്തെ കല്യാണി അവിസ്മരണീയമാക്കി. ഈ കഥാപാത്രം ഒരു അഭിനേത്രി എന്ന നിലയിൽ അവരുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നായിരുന്നു. സിനിമയിലെ വിജയങ്ങൾക്കൊപ്പം തന്നെ കല്യാണിയുടെ വ്യക്തിപരമായ ലാളിത്യവും പ്രേക്ഷകർക്കിടയിൽ അവളെ പ്രിയങ്കരിയാക്കി. അഭിമുഖങ്ങളിലും പൊതുവേദികളിലും വളരെ സാധാരണക്കാരിയായി തുറന്നു സംസാരിക്കുന്ന പ്രകൃതമാണ് കല്യാണിക്ക്. താരപദവിയുടെ യാതൊരുവിധ പൊങ്ങച്ചങ്ങളുമില്ലാതെ പെരുമാറുന്ന ഈ യുവനടി മലയാളികളുടെ സ്വന്തം നായികയായി മാറുന്നതിൽ ഈ സ്വഭാവവും ഒരു പ്രധാന പങ്കുവഹിച്ചു. ഒരു താരപുത്രി എന്ന ലേബലിൽ ഒതുങ്ങാതെ സ്വന്തം പ്രയത്നം കൊണ്ടും കഴിവുകൊണ്ടും സിനിമയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കല്യാണിക്ക് കഴിഞ്ഞു. ഓരോ സിനിമ കഴിയുമ്പോഴും തന്റെ അഭിനയത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന കല്യാണി മലയാള സിനിമയുടെ ഭാവി പ്രതീക്ഷകളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു.